അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഖുർആനും ഹദീസും എന്ന ഗ്രൂപ്പിലെ ബഹുമാന്യരായ ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, സലഫികളും സമസ്ത വിഭാഗങ്ങളും തമ്മിലുള്ള അഖീദയിലെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇസ്തിഗാസ സംബന്ധിച്ചുള്ള ഒരു ചർച്ച കൂടി നടക്കുകയാണ്. ഇവിടെ സലഫികൾ വാദമെഴുതിയിട്ടുള്ളത് മുഅ്ജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റോ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, വദരീങ്ങളെ കാക്കണേ, മുഹമ്മദ് നബിയെ പാപം പൊറുക്കണേ എന്നിങ്ങനെയുള്ള ഇസ്തിഗാസ ശിർക്കും ഹറാമുമാകുന്നു എന്നുള്ളതാണ്. സലഫോ ഖലഫോ ആയ, അതായത് പൂർവികരോ പിൽക്കാലക്കാരോ ആയിട്ടുള്ള ആരും തന്നെ, അഹ്ലുസുന്നയിലെ ഇമാമുകൾ ആരും തന്നെ ഇത്തരം വിശ്വാസമുള്ളവരല്ല എന്നുള്ളതാണ് നാം ഉന്നയിച്ചിരിക്കുന്ന വാദം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. മുഹമ്മദ് നബിയെ പറയുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ അവനിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ തെളിവ്. അതേ സൂറത്ത് അൽ ജിന്നിലെ ആയത്താണ് ഞാൻ കേൾപ്പിച്ചത്, 20. അതിലെ 18-ാമത്തെ ആയത്തിൽ അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അവനോടൊപ്പം മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഈ ആയത്തുകളാണ് നമുക്കതിനുള്ള തെളിവ്. ഇത് മക്കയിലെ മുശ്രിക്കുകൾ എന്തുകൊണ്ട് മുശ്രിക്കുകളായി എന്ന് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. മക്കയിലുള്ള മുശ്രിക്കുകൾ അള്ളാഹു ആരാണ് എന്നറിയാത്തവരോ, ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് അള്ളാഹു ആണ് എന്ന് അംഗീകരിക്കാത്തവരോ, എല്ലാം നിയന്ത്രിക്കുന്നവനും എല്ലാ കഴിവുകളെയും ഉടമപ്പെടുത്തിയവനും അള്ളാഹു ആണ് എന്ന് മനസ്സിലാക്കാത്തവരോ ഒന്നുമല്ല. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സ്രഷ്ടാവ് ആരാണ് എന്ന് ചോദിക്കുമ്പോഴും ആധിപത്യമാർക്കാണ് എന്ന് ചോദിക്കുമ്പോഴും ഒക്കെ അള്ളാഹു എന്ന് തന്നെ ഉത്തരം പറഞ്ഞിരുന്ന അവർ, ആരാധനയുടെ കാര്യം വരുമ്പോൾ അവർ പങ്കുചേർക്കും. പങ്കാളികളെക്കുറിച്ച് അവർ പല നിലക്ക് വിശ്വസിച്ചിട്ടുണ്ട്. ഖുർആൻ പങ്കാളികളെ ഷുഫാ, ഷുറക്കാ എന്നിങ്ങനെ വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഷുഫാ എന്ന് പറയുമ്പോൾ ശുപാർശകർ, ഷുറക്ക എന്നാൽ പങ്കാളികൾ. അപ്പം അവരുടെ ഇലാഹുകളെ, ആലിഹത്തിനെ തന്നെയാണ് ഖുർആൻ ഷുഫാ എന്ന് പറഞ്ഞത്. മക്കയിലെ മുശ്രിക്കുകൾ കേവലം കല്ലുകളെ ആരാധിക്കുകയല്ല, മറിച്ച് ആ കല്ലുകളെ പ്രതിനിധീകരിക്കുന്ന അക്കാബിർ, മഹാന്മാർ, മഹത്തുക്കൾ, അംബിയാ, സ്വാലിഹുൻ, ഇങ്ങനെയുള്ള ആളുകൾ അവർ അള്ളാഹുവിലേക്ക് വളരെ അടുത്തവരാണ്. അപ്പോൾ നമ്മൾ അവരെ വിളിക്കുന്നു, അവർ നമ്മുടെ വിളി കേട്ടിട്ട് റബ്ബിനോട് ശഫാഅത്ത് ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുന്നു. ഇതാണ് അബൂജഹലിൻ്റെയും ഉത്തുബത്തിൻ്റെയും ഷൈബത്തിൻ്റെയും സകല മക്കാ മുശ്രിക്കുകളുടെയും വിശ്വാസമെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അവരുടെ സൃഷ്ടിപൂജയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് അവരുടെ ന്യായം 1 സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ വയഖൂലൂന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. അവർ പറയുന്നു, ഇവർ അള്ളാഹുവിൻ്റെ അരികിൽ ശുപാർശകരാണ്. അപ്പോൾ ശുപാർശ ചെയ്യും എന്ന വിശ്വാസം. മുഅ്ജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എല്ലാം കേൾക്കാനും ശഫാഅത്ത് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാനും കഴിയുമെന്നുള്ള വിശ്വാസത്തിൻ്റെ ആധാരം ഇസ്ലാമിലില്ല എന്നുള്ളതാണ് ഈ ചർച്ച ഇവിടെ പ്രസക്തമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇൻഷാ അല്ലാഹ് ഖണ്ഡനങ്ങൾ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിവരിക്കാം, കൂടുതൽ പ്രമാണങ്ങളും നമുക്ക് അവതരിപ്പിക്കാം. ഈ ചർച്ചയിലേക്ക് വരാൻ കാരണമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ബഹുമാന്യനായ കുഞ്ഞീദ് മദനി അദ്ദേഹത്തിൻ്റെ തൗഹീദ് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം, സൗദി അറേബ്യയിലൊക്കെ ഹജ്ജിനും ഉംറക്കും പോകുന്നവർക്കൊക്കെ സൗദി സർക്കാർ മലയാളികൾക്ക് വേണ്ടി സൗജന്യമായി ഇപ്പോഴും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കിതാബ്, അതിൻ്റെ 102-ാമത്തെ പേജിൽ നിന്ന് മുസ്ലിയാർ ഈ ഗ്രൂപ്പിൽ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഭാഗം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്നൊരു വാചകമുണ്ട്. ആ ഒരു വാചകം വിശദാംശങ്ങളോടെ മാത്രം മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കാൻ 102-ാമത്തെ പേജിൽ വായന തുടങ്ങിയാൽ പോരാ, ആ പുസ്തകം തുടക്കം മുതൽ വായിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ മനുഷ്യ കഴിവിന് അതീതം എന്ന് മനുഷ്യരെക്കുറിച്ചാണ്, സൃഷ്ടികളെ സംബന്ധിച്ചാകുമ്പോൾ സൃഷ്ടി കഴിവിന് അതീതം. അപ്പം എവിടെ നിന്ന് വിളിച്ചാലും അത് കേൾക്കാനും ഉത്തരം ചെയ്യാനും ഒന്നും മനുഷ്യരുടെ കഴിവുകളിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒന്നും അള്ളാഹു അപ്രകാരം ഒരു കഴിവ് നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ അവർക്ക് കഴിയുമെന്ന വിശ്വാസത്തിലാണ് മക്കയിലെ മുശ്രിക്കുകൾ ഈ മഹാന്മാരോട് തേടിയിരുന്നതും. അതുകൊണ്ടാണ് ആ ശുഫായിനോടുള്ള അവരുടെ തേട്ടത്തെ ശിർക്കായി ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നും കാണാൻ സാധിക്കും. അപ്പം ഇത് ഖുർആനിൽ നിന്ന് തെളിയിച്ചാൽ എത്ര 1 ലക്ഷമോ മറ്റോ തരാമെന്ന് വാദിച്ചുകൊണ്ടാണ് എന്നോട് സംവദിക്കാൻ കൂട്ടായി വന്ന മുസ്ലിയാക്കന്മാരിൽ ഒരാൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് വന്നത്. എന്നാൽ
എനിക്ക് പരിചയമുള്ള സിറാജ് എന്ന് പറയുന്ന പത്രം, അവർ തിങ്കളാഴ്ച പ്രത്യേകം പ്രസിദ്ധീകരിക്കുന്ന അക്ഷരം എന്ന് പറയുന്ന കുട്ടികൾക്കുള്ള തൗഹീദും അതുപോലെ ഇസ്ലാം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു പേജുണ്ട്. ആ പേജിൽ അവർ എഴുതുന്നു, സിറാജ് എഴുതുകയാണ്, ഭൗതികമായ നമ്മുടെ കഴിവുകളും പ്രതീക്ഷകളുമെല്ലാം അവസാനിക്കുന്നിടത്താണ് പ്രാർത്ഥന തുടങ്ങുന്നത്. നമ്മുടെ കഴിവുകൾക്കപ്പുറത്തുള്ള ചില ശക്തികൾ ഉണ്ടെന്ന വിശ്വാസത്തിൽ നിന്നാണ് പ്രാർത്ഥന ഉണ്ടാകുന്നത്. കണ്ടോ, മനസ്സിനെ ഏകാഗ്രമാക്കി എടുക്കാനുള്ള ഒരു നല്ല ഉപാധിയാണ് പ്രാർത്ഥന. ലൗകികമായ എല്ലാറ്റിൽ നിന്നും അല്പസമയത്തേക്കെങ്കിലും മാറി നിന്നുകൊണ്ട് ഒരേ ശക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു എന്നാണ് സിറാജിൽ എഴുതിയത്. അപ്പം എന്നോട് വെല്ലുവിളിച്ച, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇതേ ഗ്രൂപ്പിൽ വെല്ലുവിളി നടത്തിയ, നമ്മുടെ വിഷയം അവതരിപ്പിക്കാൻ മറുപക്ഷത്ത് തയ്യാറായി നിൽക്കുന്ന മുസ്ലിയാർ സിറാജിനോടുകൂടി ആ വെല്ലുവിളി നടത്തണം എന്ന് ആമുഖമായി ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇനി എൻ്റെ സ്വന്തം വക ഞാനൊന്നും പ്രസ്താവിക്കുന്നില്ല, ചില പണ്ഡിത വാക്യങ്ങൾ മാത്രം എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ പറയാണ്. അവരുടെ ആശയങ്ങൾ തന്നെയാണ് എൻ്റെയും ആശയം എന്ന നിലക്കാണ്. ഒന്ന്, ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ ഇമാം മഖ്രീസ് റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ തജ്രീദു തൗഹീദിൽ മുഫീദിൽ പറയാണ്, വഷിർക്കുൽ ഉമമി കുല്ലുഹു നവ്ആനി, സമുദായങ്ങളിലെ ഷിർക്ക്, ബഹുദൈവത്വം എന്ന് പറയുന്നത് രണ്ട് ഇനമാണ്. ഒന്ന് ഷിർക്കുൻ ഫിൽ ഇലാഹിയ വ ഷിർക്കുൻ ഫിൽ റുബൂബിയ. ഒന്ന് ആരാധ്യതയിലെ പങ്കുചേർക്കൽ, രണ്ടാമത്തത് രക്ഷാകർത്തൃത്വത്തിലെ പങ്കുചേർക്കൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഷിർക്കു ഫിൽ ഇലാഹിയത്തി വൽ ഇബാദ, ആരാധ്യതയിലെയും ആരാധനയിലെയും പങ്കുചേർക്കൽ എന്ന് പറഞ്ഞാൽ ഹുവൽ ഗാലിബു അല അഹ്ലിൽ ഇശ്റാഖ്, ഷിർക്കിൻ്റെ ആളുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അതാണ്. റുബൂബിയത്തിലല്ല കൂടുതലായിട്ടും പങ്കുചേർക്കുന്നത്, നേരെ മറിച്ച് ഉലൂഹിയത്തിലാണ്. വഹുവ ഷിർക്കു ഉബ്ബാദിൽ അസ്നാം, അതിൽ അദ്ദേഹം പറയുന്നു വിഗ്രഹാരാധകരുടെ ഷിർക്ക് അതിൽപ്പെട്ടു. വ ഉബ്ബാദിൽ മലായിക്ക, മലക്കുകളെ ആരാധിക്കുന്നവർ. വ ഉബ്ബാദിൽ ജിന്നുകളെ ആരാധിക്കുന്നവർ. എന്നിട്ട് അദ്ദേഹം പറയാണ്, വ ഉബ്ബാദിൽ മശായിഖി വസ്വാലിഹീന അൽ അഹ്യാഇ വൽ അംവാത്ത്, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ സ്വാലിഹുകളോടും മശായിഖുകളോടും ഇബാദത്ത് ചെയ്യുന്നവർ. ഇബാദത്ത് എന്നാൽ പ്രാർത്ഥനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന. എന്നിട്ട് അദ്ദേഹം മാൻ അഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഈ മഹാന്മാരെയും സാലിഹുകളെയും ഒക്കെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, അഥവാ അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിലേക്ക് അവർ ഞങ്ങളെ ഒരു അടുപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ആയത്തും അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി ഇമാം റാസി റഹ്മത്തുള്ള അദ്ദേഹം മക്കാ മുശ്രിക്കുകൾ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് വെച്ച് പുലർത്തിയ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്, ആ വിഗ്രഹങ്ങളൊക്കെ അലാ സുവരി അംബിയാഹിം വ അക്കാബിരിഹിം, അംബിയാക്കളുടെയും മഹാന്മാരുടെയും രൂപത്തിലുള്ളതാണ്. എന്നിട്ട് വസാമു, അവർ വാദിച്ചു, അന്നഹും മതസ്തഗലു ബി ഇബാദത്തി ഹാദിഹി തമാസിൽ, ഈ വിഗ്രഹങ്ങൾക്ക്, പ്രതിഷ്ഠകൾക്ക് ഇബാദത്തിൽ അഥവാ പ്രാർത്ഥനയിൽ മുഴുകുന്ന കാലത്തോളം ഫൈന ഉലായിക്കൽ അക്കാബിറ, ആ മഹാന്മാരെല്ലാം തകൂനു ശുഫാ അലഹും ഇൻദല്ലാ, അവർക്ക് റബ്ബിൻ്റെ അരികിൽ ശുപാർശ ചെയ്യും. ഇന്ന് വിഗ്രഹം, ഖബർ എന്ന് പറയുന്ന കിടന്ന വിഗ്രഹം, അതിലെ മയ്യത്തുകളെ മഹാന്മാരായിട്ടുള്ള ആളുകളുടെ അരികിൽ ചെന്ന് ദുആ എന്ന് പറയുന്ന ഇബാദത്തിൽ മുഴുകുന്ന സമസ്തക്കാരാകട്ടെ, ബറേൽവികളാകട്ടെ, ഷിയകളാകട്ടെ, അവരും വിശ്വസിക്കുന്നത് തത്തുല്യമായ ഇതേ വിശ്വാസം തന്നെയാണ്. അതുകൊണ്ടാണ് ഇമാം റാസി റഹ്മത്തുള്ള പറയുന്നത്, ഏത് കാലത്തും ഇങ്ങനെ പിഴച്ച കക്ഷികൾ ഇത്തരം വിശ്വാസത്തിലേക്ക് പോയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വനദീറുഹു ഫി ഹാദ സമാൻ ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅലീമി ഖുബൂരിൽ അകാബിർ, ഈ കാലഘട്ടത്തിൽ ഖബറിനെ വന്നിച്ചുകൊണ്ട് സൃഷ്ടികളിലെ ഭൂരിപക്ഷം ആളുകളും മുഴുകുന്നത് ഇതിന് തുല്യമായ പ്രവർത്തനമാണ്. കാരണം അവരുടെ വിശ്വാസവും എന്താണ്, ഈ ഖബറിനെ വന്നിക്കുമ്പോൾ ഫൈനഹും യകൂനൂന ശുഫാഅ ലഹും ഇൻദല്ലാഹ്, അവർ റബ്ബിൻ്റെ അരികിൽ ശുപാർശകരാകും എന്നുള്ളതാണ്. ഇനി ഇമാം ബുഖാരി ബാബു മൻ തഅവ്വദ ബില്ലാഹി മിൻ ദറക്കി ശഖാഇ വസൂഇൽ ഖളാ, കഷ്ടപ്പാട് വരുന്നതിൽ നിന്നും ചീത്ത വിധിയിൽ നിന്നും അള്ളാഹുവോട് രക്ഷ ചോദിക്കുക എന്ന അധ്യായത്തിൽ അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരിയുടെ ഉസ്താദായിട്ടുള്ള നുഐം ബിൻ ഹമ്മാദ് പറയുന്നുണ്ട്, ലാ യുസ്താദു ബിൽ മഖ്ലൂഖി വലാ ബി കലാമിൽ ഇബാദി വൽ ജിന്നി വൽ ഇൻസി വൽ മലായിക്ക, ഒരു സൃഷ്ടിയോടും ശരണതേട്ടം പാടുള്ളതല്ല. അത് വലിയാണെങ്കിലും ഷെയ്ഖാണെങ്കിലും ഒക്കെ ശരി. അതേപോലെ സൃഷ്ടികളുടെ കലാമിനോട്, ജിന്നിനോട്, ഇൻസിനോട്, മലക്കുകളോടൊന്നും ഇസ്തിആദത്ത്, ശരണതേട്ടം പാടുള്ളതല്ല. ശരണതേട്ടം എന്ന് പറഞ്ഞാൽ അത് ദുആഇൻ്റെ ഒരു ഇനമാണ്, ഇബാദത്താണ്. ഇതേ ഇബ്നു ഹമ്മാദിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ജസ്ഖാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ലാ യസിഹു തഅവ്വുദു ഇല്ലാ ബിമൻ ഖദറ അലാ ഇസാലത്തി മസ്തുഈദ ബിഹി മിൻഹു, ശരണം തേടപ്പെടുന്ന വിഷയം നീക്കിത്തരാൻ കഴിവുള്ള ഒരാളോടല്ലാതെ ശരണതേട്ടം സ്വഹീഹാവുകയില്ല. അതുകൊണ്ടാണ് നേരത്തെ സിറാജിലും അതിനുമുമ്പ് കുഞ്ഞീദ് മദനിയുമൊക്കെ മനുഷ്യ കഴിവിന് അതീതം എന്നൊരു വിഷയം, അഭൗതികം എന്നൊരു വിഷയം ചർച്ചക്കെടുത്തിട്ടുള്ളത് എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.
ഇമാം അഹമ്മദിൻ്റെ വിശ്വാസം രേഖപ്പെടുത്തുന്നിടത്ത് കാണാം, നബിയോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, പർവ്വതത്തോട്, അമ്പിയാക്കളോട്, മലക്കുകളോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അപ്പം നബിയോടും മലക്കുകളോടും ഒക്കെ രക്ഷ ചോദിക്കുന്നത് പാടുള്ളതല്ല, വല യജൂസു, അത് അനുവദനീയമല്ല. അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ലാ യതഅവ്വദു ഇല്ലാ ബില്ലാ ഔ ബികലിമാതിഹി, ശരണതേട്ടം അള്ളാഹുവോടോ അവൻ്റെ കലിമത്തുകളോടോ മാത്രമേ പാടുള്ളൂ. അവൻ്റെ കലിമത്ത് എന്നാൽ സൃഷ്ടികൾ എന്നുള്ള സമസ്തക്കാരുടെ വിശ്വാസം ദുർവ്യാഖ്യാനമാണ്, ശിയഈകളുടെ പിഴച്ച വിശ്വാസമാണ്, അത് ഇൽമുൽ കലാമിൻ്റെ വിശ്വാസമാണ്, അഹ്ലുസുന്നയുടേതല്ല. മാത്രവുമല്ല, അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഔലിയായിനെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടതിന് ശേഷം അവർ ആലമുൽ ബർസഖിലാണ്, എല്ലാവരെയും പോലെ. ആലമുൽ ബർസഖിൽ മുഅ്ജിസത്തോ കറാമത്തോ നടക്കുന്നതല്ല എന്ന് ഇമാം നവവി റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ച് ഞാനിവിടെ തൽക്കാലം എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു. റബ്ബിനെ മാത്രം വിളിച്ചു തേടുന്ന, റബ്ബിനോട് മാത്രം ദുആ ചെയ്യുന്ന, റബ്ബിൽ മാത്രം ഭരമേൽപ്പിക്കുന്ന, കലർപ്പില്ലാത്ത തൗഹീദ് അടിയുറച്ച് സ്വീകരിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാനും ഷിർക്കിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാരുടെയും മുസ്ലിയാക്കന്മാരുടെയും കെണികളിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖന ഇത്തിബാഅ വ അരിനൽ ബാത്തില ബാത്തിലൻ വർസുഖന ഇജ്തിനാബ. വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ ബഅദ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാൻ ഇന്നൊരു യാത്രയിലായിരുന്നു. ഈ ഗ്രൂപ്പിലെ ആദ്യത്തെ വിഷയാവതരണം ഞാൻ നടത്താമെന്ന് ഏറ്റെടുത്തിരുന്നു. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന ദൗത്യം നിർവഹിക്കണം എന്ന ഉത്തരവാദിത്തമുള്ളത് കൊണ്ടാണ് ഞാനിത് തിരക്കിനിടയിലും ഇൻഷാ അല്ലാഹ് വിഷയം അവതരിപ്പിക്കാമെന്ന് ഏറ്റത്. തിരക്കുകൾ കാരണമാണ് വൈകിയതിൽ എല്ലാവരോടും ആദ്യമായി ക്ഷമ ചോദിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ട സഹോദരൻ ഷംസുദ്ദീൻ മൗലവി അദ്ദേഹം വിഷയം അവതരിപ്പിച്ച വിഷയങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഞാൻ കേട്ടു. അദ്ദേഹത്തിൻ്റെ വിഷയാവതരണത്തോടുള്ള ഖണ്ഡനം എന്തായിരുന്നാലും ഇപ്പോൾ ഉദ്ദേശമല്ല, ഇപ്പോൾ നമ്മുടെ വിഷയാവതരണമാണ്. ഇൻഷാ അല്ലാഹ് മറ്റുള്ള കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ നമ്മുടെ വാദം, മരണപ്പെട്ടു പോയ അമ്പിയാക്കൾ, അള്ളാഹുവിൻ്റെ റസൂൽ, ഇവരെ വിളിച്ച് സഹായം തേടുന്നത് അവർ മുഅ്ജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്നോ അവർ അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യുമെന്നോ വിശ്വസിച്ചുകൊണ്ട് അവരോട് സഹായം തേടുന്നത് ഷിർക്കോ കുഫറോ അല്ല എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ വാദം. ഈ വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ വിഷയാവതരണം നടക്കുന്നത്. ഏറ്റവും പ്രബലമായ തെളിവ്, ഏറ്റവും പ്രസിദ്ധമായ നമ്മുടെ തെളിവ്, നമ്മുടെ മുൻഗാമികളായ ഇമാമിയങ്ങൾ ആരും തന്നെ ഇങ്ങനെ ഒരു വാദം ഇത് ഷിർക്കാണെന്നോ ഇത് കുഫറാണെന്നോ വാദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വഫാത്തായ റസൂലിനോടോ മറ്റോ ഉള്ള സഹായത്തേട്ടം അത് ഷിർക്കാണ്, കുഫറാണ് എന്ന വാദം പുത്തൻ വാദവും ഇസ്ലാമിലെ സച്ചരിതരായ സലഫു സ്വാലിഹുകൾക്ക് പരിചയമില്ലാത്ത പുതിയ വാദവുമാണ് എന്നതാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇബാറത്ത് ഷംസുദ്ദീൻ മൗലവി തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലുള്ള ഒരു സംഭവമാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോവുകയും അങ്ങനെ 5-ാമത്തെ വട്ടം അദ്ദേഹം ഹജ്ജിന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴി തെറ്റിപ്പോവുകയും ചെയ്തപ്പോൾ അദ്ദേഹം യാ ഇബാദല്ലാഹ് ദല്ലൂനി അല ത്വരീഖ്, അല്ലയോ അള്ളാഹുവിൻ്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരൂ എന്ന് വിളിച്ച് സഹായം തേടുകയും അങ്ങനെ അദ്ദേഹത്തിന് സഹായം ലഭിക്കുകയും ഇതിനേക്കാൾ നല്ല ഒരു ഉപകാരപ്രദമായ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, കിട്ടിയിട്ടില്ല എന്ന് മഹാനവറുകൾ വിശദീകരിക്കുകയും ചെയ്യുകയാണ്. ഇത് പൊതുവെ ഇവിടെയുള്ള വിസ്ഡം വിഭാഗം അല്ലെങ്കിൽ മുജാഹിദിലെ മറ്റൊരു വിഭാഗം ഇത് വളച്ചൊടിക്കുകയും ഇത് ജിന്നിനോടാണ് സഹായം തേടിയത്, അല്ലെങ്കിൽ മലായിക്കിനോടാണ് സഹായം തേടിയത്, അതും ജിന്നിനോടും മലക്കിനോടും എന്ന് മാത്രമല്ല അത് ഹാലിറായ ജിന്നിനോടാണ് എന്ന് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മറുപടി പറയുമ്പോൾ നമ്മളത് ചർച്ച ചെയ്യും. എന്തായിരുന്നാലും ഷംസുദ്ദീൻ മൗലവി ഇവിടെ കൊണ്ടുവന്ന മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്തിഹാസ, ആ അഹ്മദ് റളിയല്ലാഹു അൻഹു തന്നെ അദ്ദേഹത്തിന് പ്രയാസം വന്നപ്പോൾ, പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടിമകളായ, അള്ളാഹുവിൻ്റെ സ്വാലിഹുകളായ അള്ളാഹുവിൻ്റെ അടിമകളെ വിളിച്ച് ഗത്യന്തര ഘട്ടത്തിൽ സഹായം തേടി എന്ന് മഹാനവറുകളുടെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാം.
ഇതാണ് ഒന്നാമതായി അവതരിപ്പിക്കാനുള്ളത്. മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിൽ വലൗ അന്നഹും ഇൻളലമു അൻഫുസഹും എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 64-ാമത്തെ വാക്യത്തിൽ ഒരു സംഭവം വിശദീകരിക്കുന്നത് കാണാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിൻ്റെ അടുത്ത് ഒരു അഹ്റാബിയായ മനുഷ്യൻ കടന്നു വരികയും അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് യാ റസൂലല്ലാ ഖദ് ളലംതു നഫ്സി, ഞാൻ എന്നോട് തന്നെ ഇതാ അക്രമം കാണിച്ചിരിക്കുന്നു നബിയെ, വജിഅത്തുക, അങ്ങനെ ഞാൻ താങ്കളുടെ അരികിൽ, യാ റസൂലെ അങ്ങയുടെ അരികിൽ ഞാൻ വന്നിരിക്കുന്നത് അവിടെ നിന്ന് എനിക്ക് വേണ്ടി പാപമോചനം തേടാൻ വേണ്ടിയാണ് നബിയെ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വേണ്ടി പാപമോചനം തേടണം, അതിനു വേണ്ടിയാണ് നബിയെ ഞാൻ അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നത് എന്ന് നബിയെ വിളിച്ച് സഹായം തേടുകയും ചെയ്തു. അപ്പോൾ ഖബറിൽ നിന്ന് ഒരു വിളിയാളം കേൾക്കുകയും ചെയ്തു. അന്നഹു ഖദ് ഉഫിറ ലക, തീർച്ചയായും താങ്കൾക്കിതാ അള്ളാഹു പുറത്തു നൽകിയിരിക്കുന്നു എന്ന് ഖബറിൽ നിന്ന് ഒരു വിളിയാളം കേൾക്കുകയും ചെയ്തു എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിൽ ഈ സംഭവം വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഷിർക്കായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിൽ വന്നുകൊണ്ട് നബിയോട് സഹായം തേടുകയും പുറത്തു കിട്ടാൻ വേണ്ടി തേടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹായം തേടുകയും ആ ഖബറിൽ നിന്ന് തന്നെ അതിന് ഉത്തരം ലഭിക്കുകയും ചെയ്തു, വിളിയാളം കേൾക്കുകയും ചെയ്തു എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നു. ഇത് ഷിർക്കാണോ അല്ലയോ? ഇത് ഷിർക്കാണെങ്കിൽ മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിൽ ഈ കൊണ്ടുവന്നത് ഷിർക്ക് പ്രചരിപ്പിക്കാനാണോ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. മഹാനായ ഇമാം റാസി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിൽ തന്നെ കൊണ്ടുവന്ന സംഭവം, ഇമാം റാസി റഹിമഹുല്ലയെ തന്നെ ഞാൻ കൊണ്ടുവരാനുണ്ടായ കാരണം, ഇമാം റാസി റഹിമഹുല്ലയുടെ ഇബാറത്ത് പ്രിയപ്പെട്ട ഷംസുദ്ദീൻ മൗലവി ഇവിടെ കൊണ്ടുവന്നിരുന്നു. റാസി ഇമാം ഇസ്തിഹാസയെ എതിർത്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി. ഇൻഷാ അല്ലാ അത് മറ്റൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ റാസി ഇമാം അടക്കമുള്ള ഇമാമിങ്ങൾ, റാസി ഇമാം ആകട്ടെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ആകട്ടെ, ഇവരൊന്നും ഇസ്തിഹാസ ഷിർക്കാണ് എന്ന് വാദിക്കുന്നവരല്ല. ഇൻഷാ അല്ലാ റാസി ഇമാമിൻ്റെ ഇബാറത്ത്, ആ ഇബാറത്ത് നമ്മൾ ഇൻഷാ അല്ലാ പിന്നീട് വിശദീകരിക്കും. ഇപ്പം ഞാനിവിടെ കൊണ്ടുവരുന്നത് മഹാനായ ഇമാം റാസി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിൽ കൊണ്ടുവന്ന സംഭവം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്താവാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അവിടുത്തെ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ജനാസയുമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിങ്കൽ ചെല്ലണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിങ്കൽ ചെല്ലണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ എന്നെ ആ ഖബറിലേക്ക് വെക്കുന്നതിന് വേണ്ടി നബിയോട് നിങ്ങൾ സമ്മതം ചോദിക്കണം, സഹായം തേടണം. അങ്ങനെ നബിയിൽ നിന്ന് മറുപടി കിട്ടിയാൽ മാത്രം നിങ്ങൾ എന്നെ ആ ഖബറിലേക്ക് വെക്കണം എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്. ഇതനുസരിച്ച് മഹാന്മാരായ സ്വഹാബത്ത്, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് മഹാനവറുകളുടെ ജനാസയുമായി റസൂലിൻ്റെ ഖബറിൻ്റെ അരികിൽ ചെല്ലുകയും നബിയെ വിളിക്കുകയും നബിയോട് സമ്മതം ചോദിക്കുകയും അങ്ങനെ ഖബറിൽ നിന്ന് ഉത്തരം കിട്ടിയപ്പോൾ മാത്രം ആ ജനാസ ആ ഖബറിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്ന് മഹാനായ ഇമാം റാസി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം, മഹാനായ ഇമാം റാസി റഹിമഹുല്ല ഈ സംഭവം കൊണ്ടുവരുന്നത് ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തിൻ്റെ ഭാഗമാണ്, ഇത് ഖുലഫാഉ റാഷിദീങ്ങളുടെ കറാമത്താണ് എന്ന് വിശദീകരിക്കാനാണ്. അപ്പോൾ ഇത് പഠിപ്പിച്ച ഇമാം റാസി റഹിമഹുല്ല ഷിർക്കാണോ പഠിപ്പിച്ചത്, ഈ സംഭവം ഷിർക്കൻ സംഭവമാണോ അല്ലയോ എന്നുള്ളതാണ് അടുത്തതായി നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് മഹാനായ ഇമാം നവവി റഹിമഹുല്ല, ഇമാം നവവി റഹിമഹുല്ലയുടെ പ്രസിദ്ധമായ 3 കിതാബിലും മഹാനവറുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കുകയും അതോടുകൂടി റസൂലിൻ്റെ ഖബറിൻ്റെ നേരെ തിരിയണമെന്നും അങ്ങനെ വയതവസ്സലു ബിഹി ഫി ഹഖ് നഫ്സിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുൽ നടത്തണമെന്നും വയതശഫഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, ആ നബിയോട് ഷഫാഅത്ത് തേടുകയും വേണം എന്ന് മഹാനായ ഇമാം നവവി റഹിമഹുല്ല അവിടുത്തെ ശറഹ് മുഅദ്ദബിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും നിർബന്ധമായും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് നബിയെ കൊണ്ട് തവസ്സുലാക്കുകയും ആ നബിയോട് ഷഫാഅത്ത് തേടുകയും ചെയ്യുക എന്ന് മഹാനായ ഇമാം നവവി റഹിമഹുല്ല പഠിപ്പിക്കുന്നു. ഇതിന് തെളിവായിക്കൊണ്ടും ഈ സംഭവത്തിന് ഏറ്റവും ആധികാരികമായ രേഖയായിക്കൊണ്ടും മഹാനായ ഇമാം നവവി റഹിമഹുല്ല കൊണ്ടുവരുന്നതാകട്ടെ ഉത്ബിയെ തൊട്ട് ഉദ്ധരിച്ചു വന്ന സംഭവമാണ്. ഇത് ഉദ്ധരിച്ചു കൊണ്ടുവന്നാണ് മഹാനായ ഇമാം നവവി റഹിമഹുല്ല
അവിടുത്തെ കിതാബിൽ ഈ സംഭവം സമർത്ഥിക്കുന്നത്. ഇത് ഷിർക്കാണോ? ഇങ്ങനെ നബിയോട് ഷഫാഅത്ത് തേടുന്നത് ഷിർക്കാണോ അല്ലയോ? മറ്റൊരു സംഭവം മഹാനായ ഇമാം മറാക്കിഷ് റഹ്മത്തുള്ള 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം നവവി റഹ്മത്തുള്ളയുടെ തന്നെ സമകാലികനായ ഫിഖ്ഹിലും തസവുഫിലുമൊക്കെ വലിയ പ്രാവീണ്യമുള്ള മഹാനായ ഇമാം മറാക്കിഷ് റഹിമുള്ള, മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായതിന് സമാനമായ അനുഭവം. അദ്ദേഹം ഹജ്ജിന് പോയ സന്ദർഭത്തിൽ യാത്രാവേളയിൽ അദ്ദേഹത്തിന് ആരാരുമില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് കുടുങ്ങിപ്പോവുകയും വെള്ളം പോലും കിട്ടാതെ മഹാനവറുകളെ മരണത്തെ മുഖാമുഖം കാണുകയും ചെയ്തപ്പോൾ യാ റസൂലല്ലാ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് സഹായം തേടുന്നു, അള്ളാഹുവിൻ്റെ ഹബീബിനെ വിളിച്ച് സഹായം തേടുന്നു. പ്രയാസഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രം സഹായം തേടണമെന്നറിയാത്ത ഇമാമല്ല മഹാനായ ഇമാം മറാക്കിഷ് റഹിമുള്ള. ഫിഖ്ഹിലും മാലിക്കി മദ്ഹബിലൊക്കെ വലിയ പ്രാവീണ്യമുള്ള ഇമാമാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് സഹായം തേടുന്നു. അദ്ദേഹത്തിന് സഹായം ലഭിക്കുന്നു. ഒരു അപരിചിതനായ മനുഷ്യൻ വന്നുകൊണ്ട് ആ ഇരുട്ടുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം സ്വന്തം അനുഭവം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബിൽ രേഖപ്പെടുത്തുന്നു. ഈ കിതാബ് എത്രയോ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിലും ഇതെടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാനായ ഇമാം മറാക്കിഷ് റഹ്മത്തുള്ളയും മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളയും അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് ഷഫാഅത്ത് തേടിയ, നബിയെ കൊണ്ട് സഹായം തേടിയ ഈ ഇമാമിങ്ങളൊക്കെ മുശ്രിക്കുകളാണോ? ഇതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.